ചെയ്തെടുക്കാൻ പോകുന്നത് റോസ് മിൽക്കിൻ്റെ കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് മുട്ടയുടെയോ ബട്ടറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ബട്ടർ മിൽക്ക് എടുക്കാം. 3/4 കപ്പ് ബട്ടർ മിൽക്ക്, അല്ലാന്നുണ്ടെങ്കിൽ തൈര് എടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റോസ് മിൽക്ക് എസൻസ് ആണ്. ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പിങ്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ് മിൽക്കിൽ അത്യാവശ്യം നല്ല കളർ തന്നെ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് കളറിന് പകരമായിട്ട് കുറച്ചുകൂടി റോസ് എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ 3/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് ഫോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകില്ല. അപ്പോൾ കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പാത്രത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിൽക്ക് സിറപ്പ് തയ്യാറാക്കി എടുത്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹെവി ക്രീം ചേർത്തിട്ടുണ്ട്. ഹെവി ക്രീമിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് റോസ് മിൽക്ക് എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഹാൻഡ് വിസ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്രീം പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതൊരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ നമ്മളിതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം സ്പീഡിൽ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ക്രീം ബീറ്റായി വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കേക്കൊന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. മിൽക്ക് സിറപ്പ് ഇതിലേക്ക് ഇറങ്ങാനായിട്ടാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. ഇതിൽ ഐസിങ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ക്രീം മാറ്റിയതിന് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു നോസിൽ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹോം മെയ്ഡായിട്ട് നോസിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ എല്ലാ സൈഡും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പൊടിച്ച പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം, ക്രീം ഒന്ന് സെറ്റ് ആവാനായിട്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.